Hi friends, welcome to Pratap G Tech. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ബ്ലൂടൂത്ത് ഇയർഫോൺ ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ബ്ലൂടൂത്ത് ഇയർഫോണിൻ്റെ ഒരു ആവശ്യകത നമുക്കറിയാം. ഇപ്പോൾ പല ഫോണുകളും ടൈപ്പ് സി പോർട്ടിലേക്കൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഹെഡ്ഫോൺ ജാക്കുകൾ റിമൂവ് ചെയ്തുകൊണ്ട് ആ ഒരു ഹെഡ്ഫോൺ ജാക്ക് 3.5mm ഹെഡ്ഫോൺ ജാക്ക് ഇല്ലാതെ ടൈപ്പ് സി പോർട്ടിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഹെഡ്ഫോൺ ജാക്കുകളൊക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഹെഡ്ഫോൺ ടൈപ്പ് സി സപ്പോർട്ട് ചെയ്യുന്ന ഹെഡ്ഫോൺ എടുത്താൽ അത് മൈക്രോ എസ് ബിയിലൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ 3.5mm ഹെഡ്ഫോൺ ജാക്ക് ഉള്ള ഫോണുകൾ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനൊരു മെസ്സായ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഒരു ഇയർഫോൺ വാങ്ങിക്കുമ്പോൾ ഏറ്റവും നല്ല ഐഡിയ ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് അല്ലെങ്കിൽ ഒരു വയർലെസ് ഹെഡ്സെറ്റ് വാങ്ങിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നതും അത്തരത്തിലൊരു വയർലെസ് ഹെഡ്സെറ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളുടെ ഈ ഒരു ഇയർഫോണുകളൊക്കെ ഒന്ന് ഏതാ നല്ലതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഒരു മിഡ് റേഞ്ചിൽ ഒരു നല്ല ക്വാളിറ്റിയുള്ള ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് സെലക്ട് ചെയ്തിട്ട് ഇന്ന് അതിൻ്റെ റിവ്യൂ ആണ്. ZAAP AQUA XTREME എന്ന് പറയുന്ന ഇയർഫോണാണിത്. അപ്പോൾ അതിൻ്റെ ഒരു ബോക്സാണ് നമ്മൾ കാണുന്നത്. കൂടുതൽ അൺബോക്സിങ് സ്റ്റൈലൊന്നും കാണിക്കുന്നില്ല. നേരെ അതിനുള്ള കണ്ടൻറ്റ് ഇതൊക്കെയാണ്. ഒരു ചെറിയ കേസ് വരുന്നുണ്ട്. ഇതിനകത്താണ് അതിൻ്റെ ഇയർഫോൺ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റിയൊരു കേസാണ്. ഇയർഫോൺ കൊണ്ടു നടക്കാനൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇതിനകത്ത് ഇട്ടുകൊണ്ട് പോക്കറ്റിലേക്ക് ഇട്ട് കൊണ്ടു നടക്കാനൊരു സൗകര്യമുള്ള ഒരു കേസ് ഇതിൻ്റെ ഒപ്പം വരുന്നുണ്ട്. അതേപോലെ തന്നെ മൈക്രോ USB കേബിൾ ഒരെണ്ണം കിട്ടുന്നുണ്ട്. വളരെ ചെറിയൊരു കേബിളാണ്. അപ്പോൾ ഇത് ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു മൈക്രോ USB കേബിളാണ് അടുത്തൊരു ഐറ്റം. അതേപോലെ തന്നെ കുറച്ച് ഇയർ ടിപ്സും വരുന്നുണ്ട്. 2 പെയർ ഇയർ ടിപ്സ് എക്സ്ട്രാ വരുന്നുണ്ട് ഇയർഫോണിലുള്ളത് കൂടാതെ. പിന്നെ ഒരു ഡോക്യുമെൻറ്റേഷനും വാറൻറ്റി കാർഡുമാണ് അത് കൂടാതെ വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് ആ ബോക്സിനകത്ത് ഉണ്ടായിരുന്ന സംഭവങ്ങൾ. ഇനി നമുക്ക് മെയിൻ കണ്ടൻറ്റായ ബ്ലൂടൂത്ത് അക്വ എക്സ്ട്രീം എന്ന് പറയുന്ന ആ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിലേക്ക് വരാം. ഇതാണ് ZAAP ബ്രാൻഡഡ് ആണ്. അപ്പോൾ ZAAPിൻ്റെയാണ് ഈ ഒരു ഇയർഫോൺ. അപ്പോൾ നല്ല ബിൽറ്റ് ക്വാളിറ്റി, സാധാരണ വരുന്ന പ്ലാസ്റ്റിക് ലുക്കുള്ള ആ ഒരു സംഭവമല്ല, പകരം ഇവിടെ ഒരു റബ്ബർ ലുക്കാണ്. അപ്പോൾ ഒരു പ്രീമിയം ലുക്ക് ആൻഡ് ഫീൽ തരാൻ കഴിവുള്ള അങ്ങനെ ഒരു ലുക്ക് ആൻഡ് ഫീൽ തരുന്ന ഒരു ബ്ലൂടൂത്ത് ഇയർഫോണാണ് നമ്മളീ കാണുന്നത്. ഇതിൻ്റെ ഒരു ഇയർ ടിപ്സായും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇത്തിരി ഫ്ലെക്സിബിൾ ആണ്. അതേപോലെ തന്നെ സ്ട്രോങ്ങുമാണ്. വയർ ഫ്ലാറ്റ് വയേഴ്സാണ്. അതും അത്യാവശ്യം നല്ല സ്ട്രോങ് ആയ ഒരു വയറും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ടാങ്കിൾ ആവാത്ത തരത്തിൽ, അതായത് ചുറ്റിപ്പണഞ്ഞ് കിടക്കാത്ത തരത്തിലുള്ള ഒരു നല്ല സ്റ്റഡിയായ ഒരു ബിൽറ്റ് ക്വാളിറ്റി നമുക്കിതിൻ്റെ വയറുകളിൽ കാണാം. അപ്പോൾ അത് നല്ലൊരു ക്വാളിറ്റിയുള്ള ബിൽറ്റും കാര്യങ്ങളും നമുക്ക് ഈ ഇയർഫോണിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ ലെഫ്റ്റ് ഇയർഫോണിൽ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒരു ഇയർഫോൺ മാത്രമാണ്. പക്ഷേ റൈറ്റ് ഇയർഫോണിൽ നമുക്കിവിടെ കാണാം മൈക്രോ USB പോർട്ട്. നമുക്ക് ഈ ഒരു ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ ചാർജ് ചെയ്യാനുള്ള ആ ഒരു മൈക്രോ USB പോർട്ട് നമുക്ക് ഇവിടെയാണ് കിട്ടുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ മറ്റു വശങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ നിങ്ങൾക്ക് കാണാം. ഇതിലൂടെ നിങ്ങൾക്ക് സൗണ്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാമെന്ന് മാത്രമല്ല, പാട്ടുകൾ നെക്സ്റ്റ് ഒരു പ്ലേലിസ്റ്റിലെ അടുത്ത പാട്ടിലേക്ക് പോകാൻ ആ പ്ലസ് ഐക്കൺ ഹോൾഡ് ചെയ്ത് പിടിക്കാം. അതേപോലെ പ്രീവിയസ് ട്രാക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മൈനസ് ബട്ടൺ ഹോൾഡ് ചെയ്ത് പിടിക്കാം. അങ്ങനെ നമുക്ക് ട്രാക്ക് ചേഞ്ച് ചെയ്യാനും ആ ഒരു ബട്ടൺ യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾ ഈ കാണുന്നതാണ് MFB എന്ന് പറയുന്ന മൾട്ടി ഫംഗ്ഷൻ ബട്ടൺ. വളരെ കൺവീനിയൻ്റ് ആയ ഒരു സംഭവമാണ്. നമുക്ക് ജസ്റ്റ് ഈ ഒരു ബ്ലൂടൂത്ത് ഡിവൈസ് എന്തെങ്കിലും പാട്ടൊക്കെ പ്ലേ ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊന്ന് പൗസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അതുപോലെ വീണ്ടും പ്ലേ ആക്കാൻ ഒരു ക്ലിക്കിലൂടെ തന്നെ പ്ലേ ആക്കാൻ സാധിക്കും. അത് ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ നമുക്ക് പവർ ഓഫ് ചെയ്യാനും അതേപോലെ വീണ്ടും ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ അത് ഓൺ ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ അതൊക്കെ മൾട്ടി ഫംഗ്ഷൻ ബട്ടണാണ്. ഇത് കൂടാതെ ഇതിന് ഭാഗത്ത് വരുന്നത് ഒരു LED നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അതേപോലെ കോൾ അറ്റൻഡ് ചെയ്യാനും മറ്റൊക്കെ ആയിട്ടുള്ള ആ മൈക്രോഫോണും ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഒരു ലുക്ക് ആൻഡ് ഫീലിൽ വരുന്നൊരു കാര്യങ്ങൾ. ഒരു ഓവർവ്യൂ എന്ന രീതിയിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് അറിയേണ്ടത്. മൊത്തത്തിൽ നല്ലൊരു ബിൽറ്റ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ഇയർഫോണാണ് ZAAPിൻ്റെ ഈ അക്വ എക്സ്ട്രീം എന്ന് പറയുന്ന ഇയർഫോൺ. ഇത് IPX7 റേറ്റിംഗ് അടക്കമുള്ള ഒരു ഇയർഫോണാണ്. ഈ IPX7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ IP68 അങ്ങനെയുള്ള വാട്ടർ സംവിധാനങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇതിൽ IPX6 എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം മഴയത്ത് ഉപയോഗിക്കാം. അതിലേക്ക് വെള്ളം വീണാലും പ്രശ്നമില്ല, ഇയർഫോണിലേക്കൊക്കെ വെള്ളം വീണാലും പ്രശ്നമില്ല, അങ്ങനെയൊക്കെയാണ്. പക്ഷേ IPX7 എന്ന് പറയുമ്പോൾ ഈ മിഡ് റേഞ്ചിൽ പൊതുവെ അധികം കാണാത്തൊരു സംഭവമാണ്. അത്യാവശ്യം വെള്ളത്തിൻ്റെ അടിയിലേക്ക് വരെ യൂസ് ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ വെള്ളത്തിൽ നീന്തുമ്പോഴൊക്കെ നമുക്ക് അത്യാവശ്യം ഇയർഫോൺ വെച്ചാലും പ്രശ്നമൊന്നും വരില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഒരു വാട്ടർ പ്രൂഫ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ IPX7 റേറ്റിംഗ് ഉള്ള ഒരു ഇയർഫോണാണ് ZAAPിൻ്റെ ഈ പറയുന്ന അക്വ എക്സ്ട്രീം എന്ന ഇയർഫോൺ. അപ്പോൾ സ്ട്രോങ് ആയൊരു ബിൽറ്റും ഒരു റബ്ബർ സംഭവമൊക്കെയാണ്, വെറും പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സംഭവം, റബ്ബർ കോട്ടിംഗ് ഒക്കെയുള്ള ഒരു ബിൽറ്റ് ക്വാളിറ്റി ഉണ്ട്. അതേപോലെ ഫ്ലാറ്റ് കേബിളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സ്ട്രോങ് ആണ്. അതേപോലെ IPX7 റേറ്റിംഗ് ഉണ്ട്. സോ ടോട്ടലി ബിൽറ്റ് ക്വാളിറ്റി ഇയർഫോണിനെ സംബന്ധിച്ച് നല്ല ഒന്നാം തരം ക്വാളിറ്റിയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇതിൻ്റെ ഒരു കംഫർട്ടബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കംഫർട്ടായിട്ട് നമ്മുടെ ചെവിയിൽ സെറ്റായിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാനുള്ളത്. യാതൊരു ബുദ്ധിമുട്ടുമില്ല.
അത് ലൈറ്റ് വെയിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് വെച്ച് കുറച്ച് നേരം കഴിഞ്ഞാൽ നമുക്കിതിവിടെ ചെവിയിലിരിക്കുന്നുണ്ടെന്ന് തന്നെ ഫീൽ ചെയ്യുന്നില്ല. നമുക്ക് നമ്മുടെ വർക്ക് എന്താണെന്ന് വെച്ചാൽ അത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കും. യാതൊരു ഇഷ്യൂ ഇല്ല. വളരെ കംഫർട്ടബിളായിട്ട് ചെവിയിൽ ഫിറ്റ് ആയിരിക്കുന്നുണ്ട്. 2-3 ഇയർ ടിപ്സ് നമുക്ക് ഇതിനൊപ്പം കിട്ടുന്നുണ്ട്. ഓൾറെഡി ഒരെണ്ണം സെറ്റായിട്ട് ഇതിൽ വരുന്നുണ്ട്. പിന്നെ 2 പെയർ നമ്മൾ നേരത്തെ കാണിച്ചത് അതിലുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചെവിക്ക് ഏതാണ് സെറ്റ് ആവുന്നതെന്ന് വെച്ചാൽ അതെടുത്ത് നമുക്ക് സെറ്റ് ചെയ്തുകൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യാം. ഇതിലൊരു റബ്ബർ കേബിൾ കൂടി മുകളിലുണ്ട്. അതുകൂടി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തലയൊക്കെ നമ്മൾ എങ്ങോട്ടെങ്കിലൊക്കെ ചരിച്ചാലൊന്നും ഊരി പോകുന്നൊരു സാഹചര്യമില്ല. പെർഫെക്റ്റ് ആയിട്ട് സെറ്റായിരിക്കും. വീണ് പോകുന്ന യാതൊരു സാഹചര്യമില്ല. അപ്പോൾ നല്ല പെർഫെക്റ്റായ ഒരു കംഫർട്ട് നമുക്ക് ഈ ഇയർഫോണിനെ സംബന്ധിച്ച് കിട്ടുന്നുണ്ട്. ഇനി ഇതിൻ്റെ ബാറ്ററി ലൈഫിൻ്റെയും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബാറ്ററി ലൈഫ് നമുക്കിതൊരു ഇപ്പോൾ നോർമലി ഈ കമ്പനി പറയുന്നത് 9 മണിക്കൂറാണ് പ്ലേ ബാക്ക്. നമുക്കൊരു 2.25 മണിക്കൂറാണ് ഇതിൻ്റെ ചാർജിങ് ടൈം. അപ്പോൾ ആ ഒരു 2.25 മണിക്കൂർ കൊണ്ട് ഇത് ചാർജ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ 9 മണിക്കൂർ വരെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇത് പ്ലേ ചെയ്യാൻ കഴിയുമെന്നാണ് കമ്പനി പറയുന്നത്. ഞാൻ ടെസ്റ്റ് ചെയ്ത് കോളും അതേപോലെ തന്നെ ഓഡിയോ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ പ്ലേ ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് കൃത്യമായിട്ടൊരു 8 മണിക്കൂർ 9 മണിക്കൂറിൻ്റെ ഇടയ്ക്കാണ് കിട്ടിയത്. അപ്പോൾ കമ്പനി പറയുന്ന ആ ഒരു ലെവലിൽ നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും ഈ ബാറ്ററി ലൈഫിൻ്റെ കാര്യത്തിൽ നമുക്ക് കമ്പനി പറയുന്നൊരു ലെവലിൽ കിട്ടുന്നുണ്ട്. അപ്പം നല്ലൊരു ക്വാളിറ്റിയുള്ള ബാറ്ററി ലൈഫുള്ള ഒരു ഡിവൈസാണ് ഈ പറയുന്ന അക്വാ എക്സ്ട്രീം എന്ന് പറയുന്ന സാപ്പിൻ്റെ ഈ ഇയർഫോൺ. ഇനി റേഞ്ചിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സാധാരണ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റൊക്കെ ആകുമ്പോൾ നമുക്ക് റേഞ്ച് വലിയൊരു ഇഷ്യൂ ആണ്. മിഡ് റേഞ്ച് പല ഇയർഫോണുകൾ എടുത്താലും നമുക്കൊരു 10-15 അല്ലെങ്കിൽ ഒരു 20 ആ ഒരു റേഞ്ചിലാണ്, 20 അടി റേഞ്ചിലൊക്കെയാണ് നമുക്ക് മാക്സിമം ഒരു യൂസ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇയർഫോണിനെ സംബന്ധിച്ച് കമ്പനി പറയുന്നത് 30 അടി അകലം വരെ നമുക്കിത് ക്ലിയർ ആയിട്ട് കിട്ടുമെന്നാണ്. ഞാൻ എന്തായാലും അത് ടെസ്റ്റ് ചെയ്തു. നമുക്കൊരു 30 അടിയൊന്നും ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. അവിടെ ചിലപ്പോൾ നമുക്ക് ആ ഒരു മാക്സിമം റേഞ്ചിലേക്ക് ചെല്ലുമ്പോൾ കട്ടാവുന്നൊരു സാഹചര്യം കണ്ടു. പക്ഷേ എങ്കിലും 20-25 ഒരു റേഞ്ചിൽ ആ ഒരു ഫീറ്റ് റേഞ്ചിൽ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇത് യൂസ് ചെയ്യാം. എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ ഒരു റൂമിൽ ഇരിക്കുകയാണെങ്കിൽ ആ റൂമിനകത്ത് നമുക്ക് ഈസി ആയിട്ട് എല്ലായിടത്തും റേഞ്ച് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു നോർമൽ മീഡിയം റൂമാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു ഈസി ആയിട്ട് നമുക്ക് റേഞ്ച് കിട്ടും. തൊട്ടടുത്ത റൂമിലേക്ക് നമുക്ക് കടക്കാം, യാതൊരു ഇഷ്യൂ ഇല്ല. അവിടെയും നമുക്ക് കംഫർട്ടബിൾ ആയ ഒരു റേഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു റേഞ്ചും കാര്യങ്ങളും പ്രദാനം ചെയ്യുന്ന ഒരു നല്ല ഇയർഫോണാണിത്. പിന്നെ ഇത് കൂടാതെ തന്നെ നമുക്ക് മറ്റൊരു കാര്യം പറയാമെന്ന് വെച്ചാൽ ഇതിൻ്റെ കണക്ടിവിറ്റി നമുക്ക് ആൻഡ്രോയിഡ് ഡിവൈസുകളിലും അതേപോലെ തന്നെ iOS-ലും വിൻഡോസിലും എല്ലാത്തിലും നമുക്കിത് കണക്ട് ചെയ്യാം. അപ്പോൾ എല്ലാ മേഖലയിലും ഇപ്പോൾ ഞാൻ എൻ്റെ ഐഫോണിലും കണക്ട് ചെയ്തു, അതേപോലെ തന്നെ വിവോ Z1 Pro, അതേപോലെ മറ്റുള്ള സാംസങ് ഫോണുകൾ എല്ലാത്തിലും കണക്ട് ചെയ്ത് നോക്കി. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഈസി ആയിട്ട് കണക്ട് ചെയ്യാനും യൂസ് ചെയ്യാനും സാധിക്കും. ഒരേ സമയം 2 ഡിവൈസുകൾ വരെ കണക്ട് ചെയ്ത് വെക്കാനും ഇതിൽ സാധിക്കുന്നുള്ളതും ഒരു വലിയ പ്ലസ് പോയിൻ്റാണ്. ഇനി ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി നമ്മളെ സംബന്ധിച്ച് ഒരു ഇയർഫോൺ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാന ഘടകം സൗണ്ട് ക്വാളിറ്റി തന്നെയാണ്. അതിപ്പോൾ കോൾ ക്വാളിറ്റിയിലായാലും മ്യൂസിക്കിൻ്റെ പ്ലേബാക്കിലായാലും സൗണ്ട് ക്വാളിറ്റി ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ അത് ഞാൻ അവസാനത്തേക്ക് വെച്ചതാണ്. സൗണ്ട് ക്വാളിറ്റിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ വെൽ ബാലൻസ്ഡ് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. അതായത് ഓവറായിട്ട് ബേസ് കൂടിപ്പോയിട്ട് മറ്റേ ലോയും മിഡും ഒന്നും കേൾക്കാത്തൊരു സാഹചര്യമൊന്നുമില്ല. കൃത്യമായ ഒരു ബാലൻസ്ഡ് ആയ, ഓവറായിട്ട് ബേസ് ഇല്ല എന്നല്ല, ബേസ് ആവശ്യത്തിന് നല്ല ബേസ് ഉണ്ട്, നല്ല പഞ്ചിയായ ബേസും കാര്യങ്ങളും ഉണ്ട്. ആ ബേസിൻ്റെ ഒപ്പം തന്നെ വെൽ ബാലൻസ്ഡ് ആണ്. ബാക്കി മിഡിൽ ലോ എല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാൻ സാധിക്കുന്ന തരത്തിൽ നല്ല ക്ലാരിറ്റി ഉള്ള വെൽ ബാലൻസ്ഡ് ആയ ഒരു സൗണ്ടാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. സോ സൗണ്ട് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഞാൻ എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 2949 രൂപ എന്ന് പറയുന്ന ഒരു പ്രൈസിലാണ് ഇതിപ്പോൾ സെയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രൈസിൽ ഇത് തീർച്ചയായിട്ടും വർത്താണ്. ആ ഒരു സൗണ്ട് ക്വാളിറ്റി നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഇനി ഇതിൻ്റെ അവൈലബിലിറ്റി നോക്കി കഴിഞ്ഞാൽ ZAAP.com-ൽ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാം. ഇതിൻ്റെ പ്രൈസ് 2949 രൂപയാണ്. പക്ഷേ പ്രതാപ് ജി എന്ന് പറയുന്ന താഴെ നിങ്ങൾക്ക് ഒരു കൂപ്പൺ കോഡ് ഉണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ഒരു കൂപ്പൺ കോഡ് ഉണ്ട്. നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 15% ഡിസ്കൗണ്ട് കിട്ടും. ഈ ഒരു ഐറ്റം അല്ല, സാപ്പിൽ നിങ്ങൾ എന്ത് ഐറ്റം വാങ്ങിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു കോഡ് ഉപയോഗിക്കാം. അവിടെയൊക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു ഡിസ്കൗണ്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ വേണ്ടവരൊക്കെ ആ കോഡ് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ നല്ല ക്വാളിറ്റിയുള്ള ഒരു ഇയർഫോൺ വാങ്ങിക്കാൻ ശ്രമിക്കാം. വാങ്ങിക്കുന്നത് നല്ല അഭിപ്രായം. എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ തീർച്ചയായിട്ടും നല്ല ഒരു ഹെഡ്ഫോൺ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇതാരെങ്കിലും ഓൾറെഡി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് വഴി അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഓൾറെഡി ഞാൻ റിവ്യൂസൊക്കെ പലയിടത്തും നോക്കി, എല്ലായിടത്തും വെൽ ബാലൻസ്ഡ് സൗണ്ട്, ഗുഡ് റിവ്യൂസാണ് ഈ ഒരു ഇയർഫോൺ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് നമ്മൾ സെലക്ട് ചെയ്തത്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോയിൽ ZAAPൻ്റെ ഒരു നല്ല അക്വാ എക്സ്ട്രീം എന്ന് പറയുന്ന നല്ലൊരു ഇയർഫോണിനെയാണ് നമ്മൾ പരിചയപ്പെടുത്തിയത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം, നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മറക്കാതെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.